നമ്മുടെ അടുത്ത സെഷനിലേക്ക് അവർക്കും സ്വാഗതം. രണ്ടാമത്തെ ബ്ലോക്ക്, അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ്. യൂണിറ്റ് വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ് എന്നാണ്. വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ്. ഒരു വെബ്സൈറ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യുക, അതുപോലെ അനലൈസ് ചെയ്യുക. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പൊ ആ വെബ്സൈറ്റിന് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നോക്കണം, എങ്ങനെ അതിനെ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് എന്താണ് വെബ്സൈറ്റ്? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ്, കളക്ഷൻ ഓഫ് ഇന്റർ ലിങ്ക്ഡ് വെബ് പേജസ്. ഒരുപാട് വെബ് പേജുകൾ കൂടിയ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടീമിനെയാണ്, ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, ഒരുപാട് വെബ് പേജുകൾ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള, പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ്, ഒരു കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. എന്തൊക്കെയാണ് ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുക? ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ഒരുപാട് ലിങ്കുകൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ നമുക്ക് എപ്പോഴും അറിയുന്നതാണ് www.google.com, അതുപോലെ തന്നെ Amazon.com. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഒരു വെബ്സൈറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്, ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, നമ്മളൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾ, റിക്വയർമെന്റ്സ് ടു ആക്സസ് വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വേണ്ടത് ഇന്റർനെറ്റ് കണക്ഷൻ, അല്ലെ? നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് തുറക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് വെബ് ബ്രൗസർ, അഥവാ ഒരു വെബ്സൈറ്റ് തുറക്കാനുള്ള ഒരു ഇന്റർഫേസ്, തുറക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ, അതാണ് വെബ് ബ്രൗസർ. അതിൽ നമുക്ക് ക്രോം എല്ലാവർക്കും അറിയാം. നമ്മളൊരു ക്രോം ഓപ്പൺ ചെയ്തിട്ടാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം, ആമസോണിൽ സെർച്ച് ചെയ്യാം, അത് നമ്മൾ ക്രോം ആണ് തുറക്കുക, അല്ലെ? എന്നിട്ട് അതിലാണ് സെർച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു വെബ്സൈറ്റ് തുറക്കാൻ ആവശ്യമായുള്ള ഒരു ഇന്റർഫേസിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് ഒരു വെബ്സൈറ്റ് തുറക്കാൻ ആവശ്യമുള്ള കാര്യം ഡിവൈസ് ആണ്. മൊബൈൽ ഫോൺ ആവാം, ലാപ്ടോപ്പ് ആവാം, ടാബ്ലറ്റ് ആവാം, അല്ലെ? അപ്പൊ ഒരു ഡിവൈസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കൊരു വെബ്സൈറ്റിൽ കയറാനും അതിൽ സെർച്ച് ചെയ്യാനും കഴിയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് വെബ് ബ്രൗസർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒരു വെബ്സൈറ്റ് തുറക്കാനും അതിൽ സെർച്ച് ചെയ്യാനും അതിലെ ഡാറ്റാസ് ഒക്കെ കിട്ടാൻ എന്താവശ്യമാണ്? ഒരു വെബ് ബ്രൗസർ ആവശ്യമാണ്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനെയാണ് വെബ് ബ്രൗസർ എന്ന് വിളിക്കുന്നത്. ക്രോം, അല്ലെ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ക്രോം നമ്മുടെ ഒക്കെ ഫോണിൽ ആ ക്രോം അവൈലബിൾ ആണ്. ആ ക്രോം തുറന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ബാഗ് പർച്ചേസ് ചെയ്യണം, ആമസോണിൽ നിന്ന് ഒരു ബാഗ് പർച്ചേസ് ചെയ്യണം. നേരെ നമ്മൾ എന്ത് ചെയ്യും? ക്രോം ആണ് ആദ്യം തുറക്കുക, എന്നിട്ട് ക്രോമിലാണ് Amazon.com എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പൊ ആമസോണിന്റെ വെബ്സൈറ്റ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെ? ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാണേ. ഇതാ Amazon.com. ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്തത് ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണേ. ഓക്കെ, യെസ്, റെഡിയാണ്. അപ്പോ ഇതില് ഇതാ Amazon.com എന്ന് ഞാൻ അതിൽ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്തത് ഇപ്പൊ ഏതിലാണ്? ഹലോ, ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? റെഡി അല്ലേ? ഓക്കെ, റെഡി. യെസ്. എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നെറ്റ്വർക്കിന്. വീട്ടിൽ വൈഫൈ ഉണ്ട്, വൈഫൈ വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല,
ഇന്നില്ലാത്തൊരു പ്രശ്നം. ഓക്കെ, തുടങ്ങാം നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ക്രോം ഞാൻ ഓപ്പൺ ചെയ്തു അല്ലെ. ഇത് ക്രോം ആണ് കേട്ടോ, ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം ആണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീനിൽ കാണുന്നില്ലേ? ആ ക്രോമിലാണ് ഞാൻ ഇനി എവിടേക്ക് പോകുന്നത്? amazon.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ് വെബ് ബ്രൗസർ? ഒരു വെബ്സൈറ്റ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്റർഫേസ് അല്ലെ. ആ വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വെബ്സൈറ്റ് തുറക്കാൻ പറ്റുള്ളൂ. നോക്കിയേ വെബ് ബ്രൗസർ എന്താ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. എന്തിനാ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്? ആക്സസ്, റിട്രീവ് ആൻഡ് ഡിസ്പ്ലേ എന്ത്? കണ്ടന്റ് ഫ്രം വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നിന്നും കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ നമുക്ക് അതിലേക്ക് എത്താനും, റിട്രീവ് ചെയ്യാം, നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് വീണ്ടെടുക്കാനും, പിന്നെ ഡിസ്പ്ലേ ചെയ്യാം, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റകളെ കാണിച്ചു തരാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പൊ വെബ്സൈറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് വേണം? വെബ് ബ്രൗസർ വേണം. അതുണ്ടെങ്കിലേ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ വെബ് ബ്രൗസറിലൂടെയാണ് എന്ത്? ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് വെബ്സൈറ്റ് അല്ലെ. ഇപ്പൊ യൂസർ, ഞാനാണ് യൂസർ. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആമസോണിന്റെ വെബ്സൈറ്റ് ആണ്. ഇതാണ് ആമസോണിന്റെ വെബ്സൈറ്റ്. അപ്പൊ ഞാനും ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റും ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ്, ഒരു ചെയിൻ ആണ്, ഒരു ബ്രിഡ്ജ് ആണ് ആര്? വെബ് ബ്രൗസർ. അപ്പൊ ഞാനെന്ന് പറയുന്ന ആള് ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ് അല്ലെ. വെറുതെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്താ ആദ്യം വേണം? നമുക്കൊരു വെബ് ബ്രൗസർ വേണം. അപ്പൊ ആദ്യം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യും, എന്നിട്ട് അതിലൂടെ എവിടേക്ക് പോകും? ഞാൻ എന്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പൊ അതാണ് വെബ് ബ്രൗസർ. കിട്ടിയോ? ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയോ? എന്താണ് വെബ് ബ്രൗസർ എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്താണ്. വെബ് ബ്രൗസർ എന്താന്ന് മനസ്സിലായോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം? വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് അല്ലെ, ഒരു സോഫ്റ്റ്വെയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ ഉണ്ടെങ്കിലേ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഗൂഗിൾ ക്രോം ആണ്. പിന്നെ വേറൊന്ന് മോസില ഫയർഫോക്സ്. ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ ഉള്ളത് മോസില ഫയർഫോക്സ് ഒക്കെ ആയിരിക്കും. പിന്നെ മറ്റൊന്ന് സഫാരി. ആപ്പിൾ ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ സഫാരി ആണ്. പിന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേര, അങ്ങനെ ഒരുപാട് എണ്ണം കേട്ടോ. അപ്പൊ നമുക്കൊക്കെ സ്ഥിരം പരിചയമുള്ളത് ക്രോം ആയിരിക്കും. പിന്നെ മോസില ഫയർഫോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്തുണ്ട്? വെബ് ബ്രൗസർ ഉണ്ട്. ഈ വെബ് ബ്രൗസറിലൂടെയാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? വെബ്സൈറ്റിലേക്ക് പോകുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഉറപ്പായിട്ടും 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം, ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്. ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വെബ്സൈറ്റ് 2 രൂപത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് വെബ്സൈറ്റും, 2 ഡൈനാമിക് വെബ്സൈറ്റും. സ്റ്റാറ്റിക്, ഡൈനാമിക്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, ഒരു പ്രാക്ടിക്കൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ തുറന്നത് ആമസോണിന്റെ വെബ്സൈറ്റ് ആണ് അല്ലെ. ഇത് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതായിരിക്കും കിട്ടുക. അപ്പൊ ഞാനിതാ സ്കൂൾ ബാഗ് സെർച്ച് ചെയ്യാണ്, സ്കൂൾ ബാഗ് ഫോർ ബോയ്സ്. അപ്പൊ എനിക്ക് കിട്ടിയത് എന്താ? ഇത് നോക്കിയേ, സ്കൂൾ ബാഗ് ആണ് അല്ലെ. ബോയ്സ് യൂസ് ചെയ്യുന്ന സ്കൂൾ ബാഗ് ആണ്. ഇനി ഞാൻ സെർച്ച് ചെയ്യാണ്, വേറൊന്ന് സെർച്ച് ചെയ്യാണ്, വേറൊരാള് ഈ വെബ്സൈറ്റിൽ കയറി, അയാൾ സെർച്ച് ചെയ്യുന്നത് ഇതല്ല, പകരം എന്താ ഒരു വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ അല്ലെ. ഒരാൾ സെർച്ച് ചെയ്യുന്നത് ഇതാ വാട്ടർ ബോട്ടിൽ. അപ്പൊ അയാൾക്ക് കിട്ടുന്ന എന്താ? അയാൾക്ക് സ്കൂൾ ബാഗ് അല്ല കിട്ടുക, കണ്ടോ? അയാൾക്ക് ഡിഫറെന്റ് വാട്ടർ ബോട്ടിൽസ് കിട്ടുക. നമ്മൾ എന്താണോ സെർച്ച്, അഥവാ യൂസർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിലേക്ക് നമ്മളെ ഡൈനാമിക് വെബ്സൈറ്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് അല്ലെ. എല്ലാവർക്കും ഒരുപോലെ അല്ല. ആരാണ് എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി എന്താണ് സ്റ്റാറ്റിക് അല്ലെ? നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത്, ഫിക്സഡ്. ആര് കയറിയാലും അതന്നെ കിട്ടുള്ളൂ, വേറെ ഒന്നും അതിൽ കിട്ടൂല. നമുക്ക് ഇങ്ങനെ മാറ്റം വരുമൊന്നുമില്ല. നോക്കിയേ, അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ക്രിസ്ത്യൻ വാലി കോളേജ് എന്നാണ് എന്റെ കോളേജിന്റെ പേര്. കോളേജിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇതാ വെബ്സൈറ്റ് തുറന്ന്. ഇതെന്താരോ സ്റ്റാറ്റിക് ആണ്. ഇതിലുള്ള ഇൻഫർമേഷൻസ് നോക്കിയേ, അത് ഓൾറെഡി അതിൽ സേവ് ചെയ്ത് വെച്ചതാണ്, സെറ്റ് ചെയ്തതാണ്. അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ്, എന്റെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഓപ്പൺ ചെയ്തു, ഫാക്കൽറ്റീസ് ഓപ്പൺ ചെയ്തു അല്ലെ. അതിൽ ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസ് ഒന്ന് വിബി സർ ഉണ്ട്, നിഷ സർ ഉണ്ട്. ഈ മൂന്നാമത് കാണുന്നതിന് ഞാൻ നിയാഫ് അല്ലെ. കണ്ടോ? ഇത് സ്റ്റാറ്റിക് ആണ്. അതായത് നിങ്ങൾ ആര് ഇപ്പൊ ഇതൊരു 1000 ആൾക്കാർ കയറിയിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ തന്നെ ഉള്ളൂ, വേറെ ഒരു മാറ്റം ഉണ്ടാവില്ല, ആർക്കും ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇത് ഓൾറെഡി ഇതിൽ സേവ് ചെയ്ത് വെച്ചതാണ്, ഇതിലൊരു ചേഞ്ചും ഇല്ല.
അങ്ങനെ ഒരു ചേഞ്ചും ഇല്ലാതെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സേവ് ചെയ്ത് വെച്ച വെബ്സൈറ്റുകൾക്കാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയാം. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇപ്പൊ ഇതിലൊരു എഡിറ്റിംഗ് വരുത്തണമെങ്കിലോ, ഇപ്പൊ ഞങ്ങളുടെ കൊമേഴ്സ് ഫാക്കൽറ്റീസിൽ പുതിയ ഒരാൾ വന്നു, സപ്പോസ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ പുതിയൊരു ഫാക്കൽറ്റി ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ആ പുതിയ ഫാക്കൽറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു കൺട്രോളർ ഉണ്ടാവും അല്ലെ, ഈ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? അത് എഡിറ്റ് ചെയ്യേണ്ടി വരും മാനുവലായിട്ട്. ആ വാക്ക് ഓർത്ത് വെച്ചോളി, മാനുവലായിട്ട് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഡാറ്റ വരില്ല, കാരണം ഇത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആമസോൺ, അതെന്താണ്? ഡൈനാമിക് വെബ്സൈറ്റ് ആണ്. ആളുകൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതായിരിക്കും അതിൽ വരിക അല്ലെ. അപ്പൊ നോക്കിയേ, ഇതിലൊരു 1000 പേര് കയറണമെങ്കിൽ 1000 ടോപ്പിക്കുകളായിരിക്കും ഇതിൽ സെർച്ച് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മൾ വാട്ടർ ബോട്ടിൽ സെർച്ച് ചെയ്തു, സ്കൂൾ ബാഗ് സെർച്ച് ചെയ്തു അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോ സപ്പോസ് ഒരു ബ്യൂട്ടി, എന്തെങ്കിലും ഒരു ക്രീം അല്ലെ, ഇപ്പൊ ബ്യൂട്ടി, ഞാൻ ബ്യൂട്ടി സാധനങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അത് സെർച്ച് ചെയ്താൽ പിന്നെ എനിക്ക് കിട്ടുന്ന കംപ്ലീറ്റ് നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ടോ, ഇതെന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല, അവിടെ ഇവിടെ മൊത്തം കാര്യം തേക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതായിരിക്കും അതിൽ കിട്ടുക. അപ്പൊ എല്ലാവർക്കും ഒരേ ഡാറ്റ ആവില്ല, സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. അത്തരത്തിലുള്ള വെബ്സൈറ്റിനെയാണ് ഡൈനാമിക് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലേ? സ്റ്റാറ്റിക് എന്താ, ഡൈനാമിക് എന്താ, ആ ഒരു സിമ്പിൾ മാറ്റം എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? ഒന്ന് കമന്റ് ചെയ്താണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. നോക്കിയേ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഞാൻ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് തുറന്നു, അതാണ് സ്റ്റാറ്റിക് അഥവാ ഫിക്സ്ഡ് ആണ്, ഒരു മാറ്റവും ഇല്ല. ആര് അതിൽ കയറി സെർച്ച് ചെയ്താലും കിട്ടുന്ന ഡാറ്റ സെയിം ആണ്, ഓൾറെഡി അതിൽ സേവ് ചെയ്തതാണ്. അതാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, എ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡിസ്പ്ലേസ് ഫിക്സ്ഡ് കണ്ടന്റ്. കണ്ട നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കണ്ടന്റ് ടു ഓൾ വിസിറ്റേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ 1000 ആൾക്കാർ പോയിട്ട് അതിൽ സെർച്ച് ചെയ്താലും കിട്ടുന്ന ഡാറ്റ സെയിം ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ഫിക്സ്ഡ് കണ്ടന്റ് ടു ഓൾ വിസിറ്റേഴ്സ്. ആരൊക്കെ അതിൽ കയറി വിസിറ്റ് ചെയ്യുന്നു എല്ലാവർക്കും കിട്ടുന്നത് ഫിക്സ്ഡ് കണ്ടന്റ് ആണ്. അതിനെയാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുക, അഥവാ ഒരു മാറ്റം ഉണ്ടാവില്ല, ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. ഇതില് വിത്തൗട്ട് യൂസർ ഇന്ററാക്ഷൻ, നമുക്ക് അഥവാ യൂസർക്ക് ഇതിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നോക്കിയേ, പിന്നെ അതാ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് തുറന്നു, ഇതാണ് എന്റെ കോളേജിന്റെ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ. എന്താണോ അതിലുള്ളത് അതിങ്ങനെ പോയിട്ട് കാണാം. ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ആഡ് ഓൺ കോഴ്സ് അല്ലെ, ഇപ്പൊ ഞാൻ ആഡ് ഓൺ കോഴ്സ് ക്ലിക്ക് ചെയ്തു അല്ലെ, കോളേജ് കൊടുക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ, നിങ്ങൾ ആര് സെർച്ച് ചെയ്താലും ഇതിനെ കിട്ടുള്ളൂ അല്ലെ, മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിലുള്ള ഓരോ കണ്ടന്റ് സെർച്ച് ചെയ്യാം എന്നല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർച്ച് ചെയ്ത് നടക്കില്ല. നേരെ മറിച്ച് നോക്കിയേ, ആമസോണില് അല്ലെ, ഇപ്പൊ നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് സെർച്ച് ചെയ്തത്, അത് നമുക്ക് കിട്ടി. സ്കൂൾ ബാഗ് സെർച്ച് ചെയ്തു, അത് നമുക്ക് അവൈലബിൾ ആയി. അപ്പോ ആളുകൾക്കനുസരിച്ച് അഥവാ യൂസേഴ്സിനനുസരിച്ച് മാറ്റം വരാത്തതാണ് സ്റ്റാറ്റിക്. ഉണ്ടോ, വിത്തൗട്ട് യൂസർ ഇന്ററാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു യൂസർക്ക് അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അതിൽ സെർച്ച് ചെയ്യാൻ കഴിയില്ല, അതിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂല. കാരണം അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, സേവ് ചെയ്ത് വെച്ചതാണ്, ഒരു മാറ്റം അതിലുണ്ടാവില്ല. ഓക്കെ, ഇത് HTML CSS എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ HTML CSS ഇതൊക്കെ നമ്മളെ അഥവാ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന കുറെ ടേമുകൾ. HTML എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് പഠിക്കാനുണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അങ്ങനെ ഡീപ്പായിട്ട് പോകണ്ട, സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. HTML CSS എന്ന് പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, കമ്പനി ഇൻഫോ പേജസ് അല്ലെ. ഇപ്പൊ മിക്ക സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റ് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു കോളേജിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു തന്നു അല്ലെ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സ്റ്റാറ്റിക് ആയിരിക്കും. അപ്പൊ അതിലൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളായിരിക്കും. പിന്നെ അതിൽ എഡിറ്റിംഗ് ഉണ്ടാവും കേട്ടോ, എഡിറ്റിംഗ് വരും. അതെന്താ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആയിട്ട് ഒരാൾ അതിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ വരുമൊന്നുമില്ല. ഒരാൾ മാനുവൽ ആയിട്ട് കയറിയിട്ട് എഡിറ്റിംഗ് വരുത്തി അതിലുണ്ടാവും, മാറ്റം വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയേ, ഡിസ്പ്ലേസ് ദ സെയിം കണ്ടന്റ് ഫോർ ഓൾ വിസിറ്റേഴ്സ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ആര് കയറി നോക്കിയാലും കിട്ടുന്നത് സെയിം കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കോളേജിന്റെ വെബ്സൈറ്റ് കയറി അല്ലെ, നിങ്ങൾ ആര് കയറി നോക്കിയാലും അതിൽ കിട്ടുന്നത് സെയിം ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ക്വിക്ക് ടു ഡെവലപ്പ്, ഇതാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ. അതിന്റെ ഒരു നമ്മളെ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. എന്ത്? ക്വിക്ക് ടു ഡെവലപ്പ്, പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. കാരണം ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ. ഡാറ്റകൾ അതിൽ ഓൾറെഡി ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്, വലിയ ചെലവൊന്നുമില്ല. ഏതിന്?
സ്റ്റാറ്റിക് കിട്ടോ. സ്റ്റാറ്റിക് വെബ്സൈറ്റിന് വലിയ ചെലവൊന്നുമില്ല. കാരണം എന്താ, കുറച്ച് ഡാറ്റ മതി, അത് അതിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ അതിൽ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിന്റെ മെറിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറവാണ്, നിങ്ങൾക്ക് അതിന്റെ മെറിറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഫാസ്റ്റ് ലോഡിംഗ് സ്പീഡ്, പെട്ടെന്ന് അത് ലോഡായിട്ട് വരും അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെ ഓൾറെഡി കോളേജിന്റെ വെബ്സൈറ്റ് തുറന്നപ്പോൾ വളരെ ഫാസ്റ്റിൽ എന്തായിട്ടുണ്ട്, ലോഡായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ, അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ലേ, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. നേരെ മറിച്ച് ആമസോൺ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതിന്റെ കാരണം എന്താ, അതിൽ ഒരുപാട് കണ്ടന്റ് ഇൻക്ലൂഡഡ് ആണ് അല്ലെ, ഒരുപാട് കണ്ടന്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകതയാണ് ഫാസ്റ്റ് ലോഡിങ്, പെട്ടെന്ന് അത് ലോഡായിട്ട് വരും, കാരണം അതിൽ കണ്ടന്റ് കുറവാണ്. പിന്നെ റിക്വയർ മാനുവൽ അപ്ഡേറ്റ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞു ആ വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു അല്ലെ, എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിലൊരു എഡിറ്റിംഗ് വരുത്തണം. സപ്പോസ് ഇപ്പൊ ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ പുതിയൊരു ഫാക്കൽറ്റി വന്നു എന്ന് വെച്ചോളി. ആ പുതിയ ഫാക്കൽറ്റിനെ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം, അതിന്റെ ഒരു കൺട്രോളർ അല്ലെ, അതിന്റെ ഒരു കൺട്രോളർ എന്താവും, അത് പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. യെസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് പോയിന്റ് ആയിട്ട് എഴുതാൻ, തീർച്ചയായിട്ടും മതി കേട്ടോ. എക്സാമിന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെ പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. അതെന്ത് കാരണം, എന്ത് പറയണം, സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്താന്ന് പറയണം, അതിന്റെ ഫീച്ചേഴ്സ് എഴുതണം. പിന്നെ ഡൈനാമിക് വെബ്സൈറ്റ് എന്താന്ന് പറയണം, അതിന്റെ ഫീച്ചേഴ്സ് എഴുതണം. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. ഈ പോയിന്റ് എഴുതിയാൽ മതി. കുറെ വാരി വലിച്ച് എഴുതുന്നതല്ല പൊതുവെ നമ്മൾ ഡിഗ്രിയിൽ നോക്കുന്നത്, കണ്ടന്റ് അതിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞതിന്റെ ഫീച്ചേഴ്സ്, ഒന്ന് സെയിം കണ്ടന്റ് ഫോർ ഓൾ വിസിറ്റേഴ്സ്, എല്ലാവർക്കും കിട്ടുന്നത് ഒരേ കണ്ടന്റ് ആണ്. പിന്നെ ക്വിക്ക് ടു ഡെവലപ്പ്, പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കാരണം വലിയ പണിയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ അതിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ. പിന്നെ കോസ്റ്റ് കുറവാണ്. പിന്നെ ഫാസ്റ്റ് ലോഡിംഗ് സ്പീഡ്, പെട്ടെന്ന് അത് ലോഡായിട്ട് വരും, കാരണം ഡാറ്റകൾ അധികം ഒന്നും ഇല്ലല്ലോ. പിന്നെ മാനുവൽ അപ്ഡേറ്റ്, ഇനി അതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾ അതിൽ കയറിയിട്ട്, അതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും അല്ലെ, അതിന്റെ കൺട്രോളർ ഉണ്ടാവും അല്ലെ, അയാൾ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, എഡിറ്റ് വരുത്തേണ്ടി വരും. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഇനി രണ്ടാമത്തത്, നമ്മൾ ആമസോണിന്റെ വെബ്സൈറ്റ് കണ്ടല്ലോ, അതാണ് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഡൈനാമിക് വെബ്സൈറ്റ്. അതെന്താ, ശ്രദ്ധിച്ചോളെ, ബേസ്ഡ് ഓൺ യൂസർ ഇന്ററാക്ഷൻ. നമ്മൾ എന്താണോ അതിൽ ചോദിക്കുന്നത് അതായിരിക്കും അതിൽ കിട്ടുക അല്ലെ. ഒന്നുകൂടെ നോക്കിയേ, ഞാൻ അതാ ആമസോണിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോ അതിൽ നമുക്ക് എന്താ, ഒരു ഇപ്പൊ ബ്യൂട്ടി ആണ് നമ്മൾ ചോദിച്ചല്ലേ, വേറൊരു കാര്യം പറഞ്ഞാൽ ഡ്രസ് ആയിക്കോട്ടെ. ഞാൻ അതാ ഡ്രസ് ടൈപ്പ് ചെയ്യണം അല്ലെ, ഡ്രസ് ഫോർ വിമൺ ടൈപ്പ് ചെയ്തു. ഇനി എനിക്ക് കിട്ടുന്നത് എന്താ, കംപ്ലീറ്റ് വുമൻസിന്റെ ഡ്രസ് അല്ലെ. അപ്പൊ എന്താണോ യൂസർ ചോദിക്കുന്നത് അതായിരിക്കും അതിൽ അവൈലബിൾ ആവുക. ഞാൻ ടി വി സെർച്ച് ചെയ്യണം അല്ലെ, ടി വി സെർച്ച് ചെയ്ത് നോക്കിയേ. യെസ്, കണ്ടോ, അപ്പൊ ടി വിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടി വികൾ, അതിന്റെ ഡിഫറെന്റ് മോഡൽ കമ്പനീസ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതാണ് എവിടെ അവൈലബിൾ ആവുന്നത്, ഡൈനാമിക്കിൽ അവൈലബിൾ. അതാണ് ബേസ്ഡ് ഓൺ യൂസർ ഇന്ററാക്ഷൻ, എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ ആളുകൾ സെർച്ച് ചെയ്യുന്നത് അതായിരിക്കും അവിടെ കിട്ടുക അല്ലെ. അതിനാണ് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യൂസർ ഇന്ററാക്ഷൻ എന്നുള്ള മനസ്സിലായില്ലേ, കിട്ടിയില്ലേ? യൂസർ ഇന്ററാക്ഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയില്ലേ? എന്താണോ യൂസർ ചോദിക്കുന്നത് അതായിരിക്കും ആ വെബ്സൈറ്റ് തരിക. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി അടുത്ത, അപ്പോ ഡൈനാമിക് വെബ്സൈറ്റിൽ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്, വെബ്സൈറ്റ് ചേഞ്ചസ് കണ്ടന്റ് മാറും. എന്ത്, ബേസ്ഡ് ഓൺ യൂസർ ഇന്ററാക്ഷൻ. എന്താണോ യൂസർ അവിടെ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് കണ്ടന്റുകൾ ഇങ്ങനെ മാറി വരുന്നതാണ് ഡൈനാമിക് വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് HTML CSS വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന പോലെ ഇവിടെ ഡൈനാമിക് വെബ്സൈറ്റ് PHP, ജാവാസ്ക്രിപ്റ്റ്, ഡാറ്റാബേസസ് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ട, കാരണം അത് നമ്മുടെ ഏരിയ അല്ല, അത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാർ പഠിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. PHP, ജാവാസ്ക്രിപ്റ്റ്, ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡൈനാമിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊന്നും കൂടെ പണിയുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ ഇ-കൊമേഴ്സ് സൈറ്റ് അല്ലെ. അതിന്റെ ഇ-കൊമേഴ്സ് സൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ട ആമസോൺ അല്ലെ. ഇ-കൊമേഴ്സ് സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ന്യൂസ് പോർട്ടലുകൾ അല്ലെ. ഇപ്പൊ മനോരമ ന്യൂസിന്റെ വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് സ്റ്റാറ്റിക് ആണ്, എന്ത് മണ്ടത്തരേക്കാണ്. നിങ്ങൾ തുറന്നു നോക്കും, ഒരു 2 കൊല്ലം മുമ്പത്തെ ന്യൂസ് ഇങ്ങനെ അവിടെ കാണിക്കണ്ടാവും അല്ലെ. പിന്നെ നിങ്ങളൊരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു നോക്കും, അപ്പോഴും കാണിക്കണം എന്താ, 2 കൊല്ലം മുമ്പത്തെ ന്യൂസ് അല്ലെ. ഒരു മനുഷ്യൻ അതിൽ കയറില്ല. അപ്പൊ ന്യൂസ് ചാനലുകൾ അതാണ് ഏറ്റവും കൂടുതൽ ഡൈനാമിക് എന്ന് പറയാം അല്ലെ. ഓരോ നിമിഷവും അതങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഓക്കെ, അപ്പൊ ന്യൂസ് പോർട്ടലുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇ കൊമേഴ്സ് സൈറ്റ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഡൈനാമിക് വെബ്സൈറ്റിന് എക്സാമ്പിൾ ആണ്. ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടന്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു യൂസർ ആക്ഷൻസ് അല്ലെ. കണ്ടന്റ് എപ്പോഴും ചേഞ്ച് ചെയ്യും, മാറ്റം വന്നുകൊണ്ടിരിക്കും. എന്ത് ബേസ് ചെയ്തിട്ട്? യൂസർ ആക്ഷൻസ്. യൂസർ എന്താണോ സെർച്ച് ചെയ്യുന്നത്, എന്താണോ നോക്കുന്നത്, അതിനനുസരിച്ച് കണ്ടന്റ് ഇങ്ങനെ ഫുൾ ടൈം മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ 100 ആളുകൾ പോയിട്ട് ആമസോൺ വെബ്സൈറ്റ് നോക്കിയാൽ 100 കണ്ടന്റ് ആയിക്കാരം, 100 കാര്യങ്ങളായിക്കാരം നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതിനനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ യൂസസ് ഡാറ്റാബേസ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. ഡാറ്റാബേസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ അറിയോ? ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ, അഥവാ അവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെക്കാൻ, അതുപോലെ നമുക്കത് റിട്രീവ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുറെ കാര്യങ്ങൾ സെർച്ച് ചെയ്തല്ലോ. ആമസോൺ വെബ്സൈറ്റ് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തു അല്ലെ. അത് എനിക്ക് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആവും. ഇപ്പൊ നോക്കിയേ, ഞാൻ ജസ്റ്റ് ഡി നടിച്ചിട്ടുള്ളൂ, കണ്ടോ? ഡ്രസ് ഫോർ വുമൻ. ഇത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത കാര്യമാണ്. അത് ഓൾറെഡി അവിടെ വന്ന്. എവിടുന്ന വന്നത്? അത് ഓൾറെഡി അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാഗ് നടിച്ചില്ലേ, ബി നടിച്ചു നോക്കിയേ അല്ലെ. ബാഗ് ഫോർ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ബാഗ് ഫോർ ഗേൾസ് അല്ലെങ്കിൽ ബാഗ് ഫോർ ബോയ്സ് ഒക്കെ ഓൾറെഡി ഞാൻ എന്തൊക്കെ ഇതിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ് അതിൽ സേവ് ആയിട്ട് വെക്കും. കണ്ടോ? അതാണ് അതിന്റെ വെബ്സൈറ്റിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കിയേ, സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, അഥവാ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ അത് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ അത് വീണ്ടും നമ്മളിലേക്ക് എത്തിച്ചു തരും. അത് അതിന്റെ പ്രത്യേകതയാണ്. അതെന്ത് യൂസ് ചെയ്തിട്ടാ? ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തത്, റിക്വയർ ബാക്കെൻഡ് സെർവർ ടു പ്രോസസ് റിക്വസ്റ്റ്. ബാക്കെൻഡ് സെർവർ എന്ന് പറഞ്ഞാല് ഈ ഡാറ്റകളൊക്കെ അവിടെ ബാക്കപ്പ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓൾറെഡി അതൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ എടുത്തു നോക്കിയാലും ആ സാധനം നമുക്ക് വീണ്ടും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഫീച്ചറും എവിടെ ഉണ്ട്? ഡൈനാമിക് വെബ്സൈറ്റിലുണ്ട്. ഇനി നോക്കിയേ, സപ്പോർട്ട് ഫീച്ചേഴ്സ് ലൈക്ക് ലോഗിൻ, ഫോം, ഡാഷ്ബോർഡ്, കണ്ടന്റ് മാനേജ്മെന്റ്, ഇതൊക്കെ എവിടെ ഉണ്ടാവും? ഡൈനാമിക് വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് പോലെയല്ല, ഒന്നുകൂടെ വൈഡ് ആയിരിക്കും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിരിക്കും എന്ത്? ഡൈനാമിക് വെബ്സൈറ്റ്. ഇനി ഇത് നിങ്ങൾ ഓർത്തു വെക്കുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഒരു പക്ഷേ നേരിട്ട് ചോദിക്കും, എന്താണ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സാം ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്? ഡിഫറൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമിന് നിങ്ങൾ ഡിഫറൻസ് ചോദിച്ചാൽ ഈ കോളം മാത്രം എഴുതിയാൽ പോരാ കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡൈനാമിക് വെബ്സൈറ്റ് ഹെഡിങ് കൊടുക്കുക. അതെന്താന്ന് എഴുതുക, അതിന്റെ 1-2 ഫീച്ചേഴ്സ് എഴുതുക. പിന്നെ വീണ്ടും സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹെഡിങ് കൊടുക്കുക, അതെന്താന്ന് എഴുതുക, അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക. അതിന് താഴെ വേണം ഈ കോളം എഴുതാൻ കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. 5 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പോ നോക്കിയേ, ഫീച്ചർ, സ്റ്റാറ്റിക് വെബ്സൈറ്റ്, ഡൈനാമിക് വെബ്സൈറ്റ് പറയാണ് കേട്ടോ. ഓരോന്നും പറയാണ്. ഒന്ന്, അപ്ഡേറ്റ്. സ്റ്റാറ്റിക്കിൽ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, മാനുവൽ അപ്ഡേറ്റ് ആണ്. അഥവാ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവൂല. നമ്മളിങ്ങനെ ഒരാളെ കയറിയിട്ട് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. എങ്കിലേ അത് അപ്ഡേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എഡിറ്റിംഗ് വരുത്താൻ പറ്റുള്ളൂ. എന്നാൽ ഡൈനാമിക് അങ്ങനെയല്ല, ഓട്ടോമാറ്റിക് ആണ്. അത് ഇങ്ങനെ ഓരോ മാറ്റത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം അതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആ രൂപത്തിലാണ്. ഇനി ഇന്ററാക്ടിവിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക്കിൽ നമുക്ക് ഇന്ററാക്ഷൻ ഓപ്ഷൻ ഇല്ല അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് തുറന്നു, അവിടെ ഇന്ററാക്ഷൻ വരുന്നില്ല. അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച, ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇന്ററാക്ഷൻ എന്നുള്ള കാര്യം അവിടെ നടക്കില്ല. എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റിൽ നല്ല ഇന്ററാക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആമസോണിൽ കണ്ടു, എന്തൊക്കെയാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് നമുക്ക് അവൈലബിൾ ആവും. ഇനി ഡെവലപ്മെന്റ് കോസ്റ്റ്, ആ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ചെലവ് ലോ അല്ലെ. സ്റ്റാറ്റിക്കലി ചെറിയ ചെലവേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ഞാൻ നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരു 30,000 രൂപയൊക്കെ ചെലവ് വരുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിൽ ലക്ഷങ്ങളായിരിക്കും അതിന്റെ കോസ്റ്റ് വരിക. കാരണം അത്രയും കണ്ടന്റും അത്രയും ഡാറ്റാസ് അതിൽ ഉൾക്കൊള്ളിക്കണം അല്ലെ. ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ പറയട്ടോ, ഇതിൽ കൊടുത്തിട്ടില്ല അല്ല ഇല്ല. വേണമെങ്കിൽ ടൈമും പറയാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ടൈം ഇതേ ഓപ്ഷൻസാ. ടൈം സ്റ്റാറ്റിക്കിനില്ലോ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം അല്ലെ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിലോ ഒരുപാട് സമയം ആവശ്യമുണ്ട്, മാസങ്ങളോളം ആവശ്യമാണ് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ടൈം എന്നുള്ള ഒരു ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഓപ്ഷൻ കൂടെ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ലോഡിംഗ് സ്പീഡ് നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിക് വെരി ഫാസ്റ്റ് ആണ്. കാരണം എന്താ? കുറഞ്ഞ ഡാറ്റ അതിലുള്ളൂ, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ അല്ലെ. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? അത് ലോഡായിട്ട് വരും. എന്നാൽ ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിൽ മോഡറേറ്റ്, അത്ര ഫാസ്റ്റ് അല്ല, എന്നാൽ എന്താ പറ്റ സ്ലോ അല്ല,
ഒരു മോഡറേറ്റ് അഥവാ സ്റ്റാറ്റിക്കിനേക്കാൾ സ്ലോ ആയിരിക്കും എന്ത് ഡൈനാമിക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരാൻ സമയമെടുക്കും എന്നർത്ഥം. കാരണം അത്രയും ഡാറ്റകൾ അതിൽ നിലവിലുള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇനി അടുത്തത് സ്കെയിലബിലിറ്റി. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. സ്റ്റാറ്റിക്കലി ലോ ആണ്. കാരണം എത്ര ആളുകൾ വിസിറ്റ് ചെയ്തു, എത്ര ആളുകൾ അതിൽ ലൈക്ക് ചെയ്തു, എത്ര ആളുകൾ കമന്റ് ചെയ്തു, അങ്ങനത്തെ കാര്യമൊന്നും എവിടെ ഉണ്ടാവില്ല, സ്റ്റാറ്റിക്കിൽ ഉണ്ടാവില്ല. എന്നാൽ ഡൈനാമിക്കിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ആമസോണിൽ കയറി നോക്കിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന എന്താ, ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നേരെ അതിന്റെ താഴെ പോകും അല്ലെ, എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, എത്ര ആളുകൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്ത ആളുകളുടെ കമന്റ് എന്തൊക്കെയാണ്, അതൊക്കെ നോക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അളക്കാൻ പറ്റും. വെബ്സൈറ്റിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. എവിടെ? ഡൈനാമിക്കിൽ പറ്റും. എവിടെ പറ്റില്ല? സ്റ്റാറ്റിക്കിൽ പറ്റില്ല. അപ്പൊ ഇതാണ് അത് നമ്മളെ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 2 ടൈപ്പാണ്. ഒന്ന് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അത് കൂടാതെ വേറെ കുറച്ച് ടൈപ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക പിന്നെന്താ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ. ഒന്ന് സ്റ്റാറ്റിക്, 2 ഡൈനാമിക്. ഒരു 10 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 2 മാത്രം എഴുതിയാൽ മതി. എന്നാൽ നിങ്ങളുടെ എക്സാമിന് ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ അതിൽ ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഇതും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് വേറെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്. ഇതും ടൈപ്സ് തന്നെയാണ്, പക്ഷെ നേരത്തെ പറഞ്ഞതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ഇത് അതിന്റെ സബായിട്ട് വരുന്നതാണ്, സബ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് പേഴ്സണൽ വെബ്സൈറ്റ് അഥവാ ഇൻഡിവിജ്വൽ. ഇപ്പൊ ഞാൻ എന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നിയാഫ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകൾ ഒക്കെ വെച്ച് ഞാൻ എന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അത് നമ്മൾ വിളിക്കും പേഴ്സണൽ വെബ്സൈറ്റ് അഥവാ ഇൻഡിവിജ്വൽ പ്രൊഫൈല്, പേഴ്സണൽ ബ്രാൻഡിങ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പേഴ്സണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ വലിയ വലിയ ഫേമസ് ആയ ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഇപ്പൊ മജീഷ്യൻ മുതുകാട് അല്ലെ, അങ്ങനത്തെ വലിയ വലിയ ആളുകൾ, ഇപ്പോ നല്ല ഫിലിം ആക്ടേഴ്സ്, നല്ല ഡാൻസേഴ്സ്, നല്ല മ്യൂസീഷ്യൻസ്, പാട്ട് പാടുന്ന സിംഗേഴ്സ്, അവരൊക്കെ എന്ത് ചെയ്യും, അവരുടെ പേരിൽ വെബ്സൈറ്റ് ഉണ്ടാക്കും. എന്തിന്? അവരെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതാണ് പേഴ്സണൽ വെബ്സൈറ്റ്. ഒരു വ്യക്തിയുടെ പേരിൽ വരുന്ന വെബ്സൈറ്റുകളാണ് പേഴ്സണൽ വെബ്സൈറ്റ് എന്ന് പറയാ. ബ്ലോഗ് വെബ്സൈറ്റ്, അതായത് ബ്ലോഗ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ബ്ലോഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഥവാ ആർട്ടിക്കിൾസ് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ നല്ലൊരു ചിത്രം വരയ്ക്കുന്നതാണ്, അപ്പൊ എന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. അതിൽ എന്റെ ഒപ്പീനിയൻസ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ എഴുത്തുകാര്, കവികള് അല്ലെ, അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെബ്സൈറ്റ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ബ്ലോഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. എന്തിനാ? ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ ആമസോൺ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആമസോൺ നമ്മൾ കണ്ടത്. അപ്പൊ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. നാലാമത്തത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ. സോഷ്യൽ മീഡിയ അഥവാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ. അടുത്തത് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് അഥവാ സ്കിൽസ് ആൻഡ് പ്രൊജക്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൽ, ഇപ്പൊ നല്ലൊരു ഡാൻസർ ആണ്, അപ്പൊ അയാളുടെ ആ സ്കില്ലൊക്കെ അവിടെ പറയാൻ വേണ്ടി, ഇപ്പൊ മെന്റലിസം, ഹിപ്നോട്ടിസം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ആ സ്കില്ലുകളൊക്കെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല നല്ല പ്രൊജക്ടുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് വെബ്സൈറ്റ്. അത് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ന്യൂസ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോൺ പ്രോഫിറ്റ് വെബ്സൈറ്റ്. ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അതൊരു എന്തല്ല, പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന ബിസിനസ് അല്ല, പകരം ആളുകൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ. അവരൊക്കെ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആണ് നോൺ പ്രോഫിറ്റ് വെബ്സൈറ്റ്. അപ്പൊ അതിന് അവർ കൊടുക്കുന്ന ചാരിറ്റികള്, അവർക്ക് വരുന്ന ഫണ്ടുകള്, ആ ഫണ്ട് അവർ ചെലവഴിക്കുന്ന വഴികള്, അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് അതിലുണ്ടാവുന്നത്. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്. ഇപ്പൊ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എക്സാമ്പിൾ ആണ്. അടുത്തത് കോർപ്പറേറ്റ് വെബ്സൈറ്റ്. കോർപ്പറേറ്റ് ആണ് വലിയ വലിയ കമ്പനീസ് അല്ലെ. കമ്പനി അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്. എല്ലാ കമ്പനിക്കും ഒന്നും വെബ്സൈറ്റ് ഉണ്ടാവും കേട്ടോ. വലിയ വലിയ കമ്പനീസിനൊക്കെ വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ അവരുടെ എല്ലാ ഡാറ്റാസും അവരവിടെ കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെന്റ് വെബ്സൈറ്റ്, ഗവൺമെന്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ്. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഐ തിങ്ക് കെ വെച്ചിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, എന്താ പേരും ഓർമ്മയിട്ടില്ല. ആർക്കെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കെ വെച്ചിട്ട് എന്തോ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത് ആ വെബ്സൈറ്റ് വഴിയാണ്. ഓക്കെ, ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ, ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഗവൺമെന്റ് വെബ്സൈറ്റ്. ഇതിനടുത്തത് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ്. നമ്മുടെ
പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ, ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ് എടുക്കും. യെസ്, കെ സ്മാർട്ട്, ഉഷാമയം പറഞ്ഞ പോലെ തന്നെ കെ സ്മാർട്ട് എന്നാണ് കേട്ടോ നമ്മളെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിന്റെ എക്സാമ്പിൾ കെ സ്മാർട്ട്. ഗവൺമെന്റ് എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അതുവഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇപ്പൊ നിങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എന്ത് പറയാം, എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ് ആണ്. നമ്മൾ അവിടെ കൊടുക്കുന്ന കോഴ്സുകൾ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, ആ വെബ്സൈറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സബ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കാം, എന്താണ് ഗവൺമെന്റ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ എന്താണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട് ഒരു മാർക്കിനൊക്കെ. അപ്പൊ നിങ്ങളിത് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് ചോദിച്ചാൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല. 10 മാർക്കിന് എസ്സേക്ക് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എഴുതാം, ഇതും കൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് 5 മാർക്കിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ, ഏത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഇതൊക്കെ എക്സ്ട്രാ അതിന്റെ സബായിട്ട് വരുന്നതാണ്. ഒരു 10 മാർക്കൊക്കെയാണ് ചോദിക്കുന്നെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാം. അല്ല 5 മാർക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അതിലൊരു ചോദ്യം ചോദിച്ചുള്ളത് പോർട്ട്ഫോളിയോ ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കില്ലുകള്, ഒരു ഉദാഹരണം, ഒരു കോൺട്രാക്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാകും. ഒരു കോൺട്രാക്ടർ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീടുകള്, അതുപോലെ തന്നെ അയാളുടെ ഒരുപാട് ഫ്ലാറ്റുകള്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ അയാളുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അയാളെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അയാളുടെ പേരിലല്ല, അയാളുടെ പേരിൽ ഉണ്ടാക്കിയത് എന്തായി, പേഴ്സണൽ വെബ്സൈറ്റ് ആയി. അയാള് ABC ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. അതെന്തിനാ അയാൾ ഉണ്ടാക്കിയത്, അയാള് ഉണ്ടാക്കിയിട്ടുള്ള അയാളുടെ പ്രൊജക്ടുകൾ, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള അയാളുടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അതിനെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയും. ഇനി ഒരു ഡാൻസർ അയാൾ എന്ത് ചെയ്യാണ്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അയാളുടെ ഡാൻസ്, അതുപോലെ അയാൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഡാൻസ്, അതൊക്കെ അതിലിങ്ങനെ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ, ഒരു സ്കില്ല് കാണിക്കാൻ വേണ്ടിട്ട് അല്ലെ. അങ്ങനെ ഒരു സ്കില്ല്, പ്രൊജക്ട്, അതൊക്കെ ഷോക്കേസ് ചെയ്യാൻ കാണിക്കുക, അതൊക്കെ പബ്ലിഷ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വെബ്സൈറ്റിനെയാണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുക. ഇപ്പൊ ഒരു നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ നമ്മളെ നൂറ്റൊക്കെ ഒരുപാട് തുണി ഉണ്ടാക്കുന്ന, അങ്ങനെ പഴയ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാള്, അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അയാൾ ഉണ്ടാക്കുന്ന സ്കില്ലുകൾ അല്ലെ, അയാൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ ഇങ്ങനെ അയാൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വെബ്സൈറ്റിനെയാണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു മാർക്കിന് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് നിങ്ങൾക്ക് ഒരു 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തൊരു ടോപ്പിക്, ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ. നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പുതിയൊരു പ്രൊഡക്റ്റ്, ഇപ്പൊ എന്താ ഉണ്ടാക്കപ്പോ ഒരു ബാഗ് ആയിക്കോട്ടെ അല്ലെ, നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു ബാഗ് ഉണ്ടാക്കാൻ പോവാണ്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആ ബാഗിനെ മാർക്കറ്റ് ചെയ്യാൻ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ലേ ഔട്ട്. അതായത് കണ്ടന്റുകൾ അറേഞ്ച്മെന്റ് ചെയ്ത ഒരു രൂപം. നോക്കിയേ, ഞാൻ ആമസോൺ വെബ്സൈറ്റ് തുറക്കാണ് അല്ലെ. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താല് കൃത്യമായിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. നോക്കിയ നിങ്ങള്, ഇത് ആമസോൺ വെബ്സൈറ്റ്, അതിന്റെ ഹോം പേജ് ഞാൻ തുറന്ന് അതിൽ ഇതൊക്കെ ഇന്നത്തെ ഡീലിങ്സ്, വീഡിയോസ്, കൃത്യമായിട്ട് അതിൽ ഓരോ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെ, റിട്ടേൺ ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ, ഓരോന്നും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഡാറ്റകളും കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കണം. ഇപ്പൊ നോക്കിയേ, ഇതിന്റെ കോളേജിന്റെ വെബ്സൈറ്റ് ആണ് അല്ലെ. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അറേഞ്ച്മെന്റ് അതിലുണ്ട്, കൃത്യമായിട്ട് ഓരോ അറേഞ്ച്മെന്റ് ഓരോന്നും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഓരോ ആളുകളും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഒരു വെബ്സൈറ്റ്. എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലേ ഔട്ട്, അഥവാ അതിലെല്ലാ കണ്ടന്റും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതായിരിക്കണം. രണ്ടാമത്തത് നാവിഗേഷൻ എന്ന് പറഞ്ഞാല് ഈസി ടു മൂവ്മെന്റ് ബിറ്റ്വീൻ പേജുകൾ തമ്മിൽ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. നോക്കി ഞാൻ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് എടുത്തു അല്ലെ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു പേജാണ്. ഇനി ഞാൻ അവിടുന്ന് മിഷൻ ആൻഡ് വിഷൻ, ഇത് അടുത്ത പേജിലേക്ക് പോകാനുണ്ട്. കണ്ടോ, ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എടുത്തു, അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, അതിൽ ഫാക്കൽറ്റീസ് എടുത്തു. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് മൂവ് ചെയ്യാണ്. കണ്ട, ഇപ്പോ ആഡ് ഓൺ കോഴ്സുകൾ ഞാൻ സെലക്ട് ചെയ്തു.
അപ്പൊ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിൽ ഇങ്ങനെ കൃത്യമായിട്ട് മൂവ് ചെയ്യാനുള്ള അതിനാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടാവണം? നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവണം. ഓക്കെ. മൂന്നാമത്തത് ടൈപ്പോഗ്രാഫി. അതായത് നമ്മൾ കൊടുത്ത കണ്ടന്റുകൾ, അതിന്റെ ഫോണ്ട്, സൈസ്, റീഡബിലിറ്റി അത് കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ഈ ഒരു വെബ്സൈറ്റ്, പിന്നെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു അല്ലെ, കോളേജിന്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇതിലെ ഡാറ്റകളൊക്കെ ചെറുതാക്കിയിട്ട്, വളരെ ചെറുതാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് അത് കാണാൻ പറ്റൂല അല്ലെ. നല്ല വലുപ്പത്തിൽ ഇതിൽ കൊടുത്ത ഓരോ പോയിന്റുകളും നല്ല വലുതാക്കി കൊടുത്താലോ ആകെ അലംബം ചെയ്യൂല, നമുക്ക് ആർക്കും അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിൽ കൊടുക്കുന്ന ഓരോ ഫൗണ്ടുകളും ഓരോ ടെക്സ്റ്റുകളും കൃത്യമായിരിക്കണം. നമുക്ക് ഒരാളിൽ നിന്ന് നോക്കിയാൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ടൈപ്പോഗ്രാഫ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, അതിനാണ് ഉദ്ദേശം കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അക്ഷരങ്ങളുടെ ഫോണ്ട്, അതിന്റെ സൈസ് അത് വായിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അഥവാ ആർക്ക് നോക്കിയാലും അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. ഫോണ്ട് നല്ലോണം വലുപ്പം കൂട്ടാൻ പറ്റൂല, നല്ലോണം വലുപ്പം കുറക്കാൻ പറ്റൂല, കുറെ കളർ കൊടുത്താൽ അത് അലമ്പാക്കാൻ പറ്റൂല. കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവേണ്ടത്. ദെൻ അടുത്തത് ഇമേജസ് അല്ലെ. കൃത്യമായിട്ട് ഇമേജുകൾ അഥവാ വിഷ്വൽ കണ്ടന്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. ഒരു വെബ്സൈറ്റിനെ കളർഫുൾ ആക്കുന്ന സത്യത്തിൽ അതിന്റെ ഇമേജസ് ആണ് അല്ലെ. അപ്പൊ ദാ കോളേജിൽ ഓപ്പൺ ചെയ്താൽ തന്നെ എന്താ ഒരുപാട് ഇമേജസ് അതിൽ ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. വ്യത്യസ്ത പ്രോഗ്രാമുകൾ, ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അപ്പോ അതൊക്കെ ആ ഒരു വെബ്സൈറ്റിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഇമേജസ് അഥവാ വിഷ്വൽ കണ്ടന്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതുപോലെ വിഷ്വൽ എലമെന്റ്സ്, നല്ല കളറുകൾ, ഐക്കൺസ്, ബട്ടൺസ്, ബാക്ക്ഗ്രൗണ്ടുകൾ അതൊക്കെ ഒരു വെബ്സൈറ്റിൽ ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ലേഔട്ട് വേണമെന്ന് പറഞ്ഞു, അഥവാ കണ്ടന്റുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. 2 നാവിഗേഷൻ, ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് പോകാനുള്ള കൃത്യമായുള്ള ലിങ്കുകൾ അതിൽ കൊടുത്തിരിക്കണം. 3 ടൈപ്പോഗ്രാഫി, അഥവാ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റുകൾ, അതിന്റെ ഫോണ്ട്, സൈസ്, റീഡബിലിറ്റി അതൊക്കെ കൃത്യമായിരിക്കണം. 4ാമത്തെ ഇമേജസ് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. വെബ്സൈറ്റിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജസ് ആഡ് ചെയ്യണം. പിന്നെ വിഷ്വൽ എലമെന്റ്സ്, നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന കളറുകൾ, ഐക്കൺ, ബട്ടൺ ഒക്കെ കൃത്യമായിട്ട് ഒരാളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഇപ്പൊ ഇതാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു പോയിന്റ് പറയാണ്, എങ്ങനെയാണ് വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുക അല്ലെ. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ അതിങ്ങനെ കടന്ന് കറങ്ങുകയാണെങ്കിൽ ഒരാളും പിന്നെ അതിലേക്ക് കയറൂല, എൻട്രി ചെയ്യൂല അല്ലെ. പിന്നെ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് തുറക്കാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഇങ്ങനെ കടന്ന് കറങ്ങാണ്, ഫുള്ള് ഇങ്ങനെ കറങ്ങാണ്, ഒരാളും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ആരും പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ തന്നെ പോകില്ല അല്ലെ. അപ്പൊ നമുക്കൊക്കെ സമയമല്ല, എല്ലാവർക്കും സമയ പ്രശ്നം. ഞാനൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ കടന്ന് കറങ്ങുകയാണെങ്കിൽ ഒരാളും നമ്മൾ അതിലേക്ക് പോകില്ല. അപ്പൊ എങ്ങനെയാണ് വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടുക? ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഓപ്പൺ ആയി വരണം. സ്പീഡ് കൂട്ടാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? അതിലൊന്ന് ഒപ്റ്റിമൈസ് ഇമേജസ്. ഇമേജിന്റെ സൈസ് ഒക്കെ കുറക്കുക, റെഡ്യൂസ് സൈസ്. നിങ്ങൾ നോക്കിയേ, ഓരോ ഇമേജസ് ഒരു 10 MB 20 MB 30 MB ഒക്കെ ഇമേജസ് ആണ് എന്റെ വെബ്സൈറ്റിൽ കൊടുക്കുന്നെങ്കിൽ അതിങ്ങനെ കടന്ന് കറങ്ങിയുള്ളൂ, ഒരിക്കലും അതെന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇമേജസ് കൊടുക്കുമ്പോഴും വീഡിയോസ് കൊടുക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ അതിന്റെ സൈസ് കുറച്ചിട്ട് MB GB ഒന്നും വേണ്ട, ഒക്കെ KB അല്ല, ചെറിയ ചെറിയ സൈസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് അതിലൂടെ ഒരു ലിങ്ക് നിന്ന് മറ്റേ ലിങ്ക് മൂവ് ചെയ്യാൻ പറ്റും. 2ാമത് എനേബിൾ ബ്രൗസർ കാച്ചിങ്, അഥവാ സ്റ്റോർ സൈറ്റ് ഡാറ്റ ലോക്കലി ഫോർ ഫാസ്റ്റ്. അഥവാ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റാസ് ഒക്കെ നമ്മൾ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ് അല്ലെ, യൂട്യൂബിൽ ചില വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. എന്തിനാ? നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാൻ പറ്റും. പിന്നെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെക്കും. ആ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ബ്രൗസർ കാച്ചിങ് എന്ന് പറയുന്നത്. ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, കുറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ കാണാൻ പറ്റും. ഇപ്പൊ നോക്കിയാൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എന്റെ ക്രോം തുറന്നാൽ കുറെ സാധനങ്ങൾ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വാട്സപ്പ് കാണുന്നുണ്ട് അല്ലെ. ഞാൻ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡാറ്റാസ് കൊടുക്കാറുണ്ട്. ഈ വാട്സപ്പ് തുറന്നിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ നോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ നോക്കിയാൽ ChatGPT. പിന്നെ ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ChatGPT. എന്റെ നോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ChatGPT ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ കോളേജിന്റെ അറ്റൻഡൻസ്, ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് സൈറ്റ് ഡാറ്റ ലോക്കലി. നമ്മൾ ലോക്കലി മീൻസ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ എന്താവില്ല, നമുക്ക് കുറെ ടൈം എടുത്ത് അത് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ മിനിഫൈ CSS JavaScript HTML ഇതൊക്കെ യൂസ് ചെയ്യാന്നാണ് കേട്ടോ. അഥവാ
റിമൂവ് അൺനെസസറി കോഡ് സ്പേസസ് ആൻഡ് കമന്റ്. ഇത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസുകാർ യൂസ് ചെയ്യുന്ന ടേമുകളാണ്. അതായത് അനാവശ്യമായിട്ടുള്ള കോഡുകളൊക്കെ ഒഴിവാക്കുക. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകൂടെ പറയാണ്, ഒന്ന് ഇമേജ് സൈസ് കുറക്കുക, രണ്ട് ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കുക, മൂന്നാമത് CSS, JavaScript, HTML അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള കോഡുകളൊക്കെ ഒഴിവാക്കുക, ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. ഇനി വെബ്സൈറ്റ് സ്പീഡ് ടെസ്റ്റിംഗ് ടൂൾ അഥവാ വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടാനുള്ള ചില ടൂളുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചുമ്മാ ഒന്ന് നോക്കി പോയാൽ മതി. ഒന്ന് ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്, ഇതൊക്കെ ചില സോഫ്റ്റ്വെയറുകളാട്ടോ. ഈ സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. GT മെട്രിക്സ്, പിന്നെ പിൻഡം ടൂൾസ്, വെബ് പേജ് ടെസ്റ്റ്, ലൈറ്റ് ഹൗസ്, ഇത് നമുക്ക് വരാൻ സാധ്യത കുറവാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതൊന്നും വരാൻ സാധ്യത കുറവാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മളെ കമ്പ്യൂട്ടർ സയൻസുകാർ പഠിക്കുന്ന ഭാഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, വെബ്സൈറ്റിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോമുകൾ. എങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക? അതിനാൽ ചില പ്ലാറ്റ്ഫോമുകൾ പറയാണ്. ഒന്ന് വേർഡ് പ്രസ്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് പറയുന്നത് കേട്ടോ. ഒന്ന് വേർഡ് പ്രസ്, അത് ഏറ്റവും പോപ്പുലർ ആയിട്ടാണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ് പറയുന്നത്. അടുത്ത് വിക്സ്, ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ മുകളിലും താഴേക്ക് ഡ്രാഗ് ചെയ്യുമല്ലോ, അങ്ങനെ ഡ്രാഗ് ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ കണ്ടെത്താനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ പ്ലാറ്റ്ഫോമാണ്, വെബ്സൈറ്റ് ഡിസൈൻ പ്ലാറ്റ്ഫോമാണ് വിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അഥവാ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വിക്സ്, WIX, വിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഷോപ്പി, ഇത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഫോം ചെയ്യാൻ, ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് സ്ക്വയർ സ്പേസ്, അഥവാ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അഥവാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സ്ക്വയർ സ്പേസ് എന്ന് പറയുന്നത്. അടുത്ത വെബ് ഫ്ലോ എന്ന് പറയുന്നത് അഡ്വാൻസ് ഡിസൈൻ കൺട്രോൾ, നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനാമിക് ഒക്കെ ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെബ് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ അഡോബ് ഡ്രീം വ്യൂവർ, അതായത് ഡിസൈൻ പല ഡിസൈനുകളിലേക്കും നമ്മുടെ വെബ്സൈറ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ അഡോബ് ഡ്രീം വ്യൂവർ എന്ന് പറഞ്ഞാൽ. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എക്സാം ബേസ് ചെയ്തിട്ട് അത് അത്ര അങ്ങോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ടോട്ടൽ ആയിട്ട് പറഞ്ഞത് വെബ്സൈറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് വെബ്സൈറ്റ് പ്ലാനിങ്? ഇറ്റ് ഇൻവോൾവ് ചൂസിങ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്. അല്ലെ, നമുക്ക് ഏതാണോ ആവശ്യം അത് കൃത്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഏത് സ്റ്റാറ്റിക് ആണ് ടൈപ്പ്. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ ആണ്, അതിന് ഏറ്റവും നല്ലത് ഏതാണ്? നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ആണ്. അപ്പൊ നമ്മളൊരു കൊമേഴ്സ്, അല്ലെ, ഒരു കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന് ഏറ്റവും നല്ല ഏതാ? ഡൈനാമിക്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്ന് തീരുമാനിക്കണം. എന്നിട്ടോ ഡിസൈനിങ് ഇറ്റ് ഫോർ ദ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ ഓഡിയൻസിന് പറ്റുന്ന രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്യണം. അല്ലെ, ആരാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പൊ ചെറിയ കുട്ടികളാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നെങ്കിൽ അവരുടെ മറ്റേ കാർട്ടൂണും അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നെങ്കിൽ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മുതിർന്ന ആളുകളാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് സെർച്ച് ചെയ്യാൻ വരുന്നെങ്കിൽ അവർക്ക് അനുസരിച്ചായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ആ വെബ്സൈറ്റ് ഫാസ്റ്റ് പെർഫോമൻസ് ആണെന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ റൈറ്റ് പ്ലാറ്റ്ഫോം ടൂൾ ടു മീറ്റ് ബിസിനസ് ആൻഡ് പേഴ്സണൽ ഗോൾസ്, നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്. അപ്പൊ ഒന്നെങ്കിൽ ആ ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് എന്നുള്ള രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എന്താണ് വെബ്സൈറ്റ്, അതുപോലെ എന്താണ് വെബ് ബ്രൗസർ, 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ വെബ് ബ്രൗസർ.
പിന്നെ ടൈപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 മാർക്കിന് ചോദിക്കും. അതുപോലെ ഡിഫറൻസ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ സ്പെഷ്യൽ ടൈപ്പ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ. ഒരു വെബ് ഡിസൈന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ലേഔട്ട്, നാവിഗേഷൻ, ടൈപ്പോഗ്രഫി, ഇമേജസ്, വിഷ്വൽ എലമെന്റ്സ്, ഇതൊന്നും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ വെബ്സൈറ്റ് സ്പീഡ് കൂടേണ്ട കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് നോക്കി വെക്കുക, വല്ലാണ്ട് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളാണ് ഈ മൊഡ്യൂളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, തൽക്കാലം ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു മൊഡ്യൂൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കൃത്യമായിട്ട്. അപ്പൊ നമ്മളൊരു പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടെ ആയിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞത്. കാരണം ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രാക്ടിക്കൽ ലെവൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ